കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ള പാഞ്ചാലി വീട്ടിലാണ്. അപ്പോൾ നമുക്ക് പാഞ്ചാലി വീട്ടിലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാലോ? നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ പാഞ്ചാലി വീടിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പാഞ്ചാലി വീട്ടിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം വാഗമണിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പാഞ്ചാലി വീട്ടിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പാഞ്ചാലി വീട്ടിലുള്ള. ഞങ്ങൾ ചെന്നത് ഒരു ഈവനിങ് ടൈമിലൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ വെയിലും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒരു മഴക്കാറായിരുന്നു. അപ്പോൾ നമ്മൾ ആ എൻട്രൻസ് ഗേറ്റ് കയറി കഴിയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് നിവർന്ന് കിടക്കുന്ന ഒരു നടപ്പാത കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ആ നടപ്പാതയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ദൂരത്തൊരു കല്ലുകൊണ്ടുള്ളൊരു മണ്ഡപം. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നൊരു ആനയുടെ ഫേസ് ഞാൻ അവിടെ കണ്ടത്. അങ്ങനെ ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ ആനയുടെ ഫേസിൻ്റെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം വരുന്നു. അപ്പം ഞാൻ ഓടിച്ചെന്നിങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി കുട്ടികൾ അവിടെ ആ തുമ്പിക്കൈയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇച്ചിരി നേരം അവിടെ വെയിറ്റ് ചെയ്തു, എനിക്ക് തുമ്പിക്കൈയിലെ വെള്ളത്തിൽ നിന്നത് കളിക്കാനായിട്ട്. ഞാൻ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിന്നപ്പോൾ ആ പിള്ളേരൊക്കെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് മാറി. അപ്പം ഞാൻ ഓടിപ്പോയി ആ തുമ്പിക്കൈയിലെ വെള്ളത്തിൽ പോയി കളിച്ചു. നല്ല രസമാണത് കാണാൻ. ഞാൻ ആദ്യം ഓർത്തു ഇതെന്തിനായിരിക്കും ഇവരിങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ വെള്ളം വരുന്ന രീതിയിൽ വെച്ചിരിക്കുന്നതെന്ന്. പിന്നെയാണ് എനിക്കിത് മനസ്സിലായത്. നമ്മൾ ഈ ഒരു പാഞ്ചാലി വീട്ടിലെ അവിടെ ഒരു മനയുണ്ട്. ആ മനയുടെ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടുത്തെ ടയർഡ്നെസ്സൊക്കെ മാറാൻ വേണ്ടി ഇത്തിരി അവിടെ ആ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം എടുത്ത് മുഖവും കൈയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു അത്. അപ്പോൾ ഈ ഒരു പാഞ്ചാലി വീടിൻ്റെ ഏറ്റവും എൻഡിൽ നമുക്ക് ചെല്ലുമ്പോൾ ഒരു പുൽത്തകിടിയാണ് അവിടെ. നല്ല രസമാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സിപ്പ് ലൈനൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് 2 സിമൻറ്റിൻ്റെ ഒരു ഇതുണ്ട്, കുടമുണ്ട്, വലിയ 2 സിമൻറ്റിൻ്റെ കുടമുണ്ട്. ഞാൻ ആ സിമൻറ്റിൻ്റെ കുടമൊക്കെ നോക്കിയിരിക്കുമ്പോൾ നല്ല ഡിസൈനിൽ ആ സിമൻറ്റിൻ്റെ കുട ഇങ്ങനെ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ഈ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് ആണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ നമുക്ക് ആ ഇത് മല ഇറങ്ങി വരുമ്പോൾ ടയേർഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കാൻ പറ്റും. നല്ല രസമാണ് ഗൈസ് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് മകരവിളക്കിൻ്റെ ടൈമിൽ ഇവിടെ വന്നിട്ട് ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മകരവിളക്കൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു തേയിലത്തോട്ടം കണ്ടു ഞങ്ങൾ. അപ്പോൾ അവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമുക്കൊക്കെ തേയിലത്തോട്ടം എത്ര കണ്ടാലും മതി വരില്ലല്ലേ? എനിക്കും അതുപോലെയാണ്, എത്ര കണ്ടാലും തേയിലത്തോട്ടം മതി വരില്ല. അതുകൊണ്ട് ഞാൻ പോണ വഴിക്കുള്ള എല്ലാ തേയിലത്തോട്ടത്തിലും സ്റ്റോപ്പ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നല്ല രസമാണ് തേയിലത്തോട്ടമൊക്കെ കാണാൻ. തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നല്ല രസമാണ്. അങ്ങനെ പിന്നെ ഓരോ തേയിലത്തോട്ടത്തിൽ നിന്ന് നിർത്തുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറാനൊക്കെ വേണ്ടിയാണ് ഓരോരോ സ്ഥലങ്ങളിൽ നിർത്തി കണ്ടു പോകുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.